മോഷ്ടിക്കാനായി എത്തിയ അക്രമിയുടെ കുത്തേറ്റ ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടതായി ഡോക്ടർമാർ പറഞ്ഞു. 2-3 ദിവസത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന് ആശുപത്രി വിടാൻ സാധിക്കുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. നട്ടെല്ലിന് സമീപത്തുൾപ്പെടെ 6 കുത്തുകളാണ് അദ്ദേഹത്തിന് ഏറ്റത്. പുലർച്ചെ 5:30 തുടങ്ങിയ ശസ്ത്രക്രിയ 10:30 വരെ നീണ്ടു. വെള്ളിയാഴ്ച അദ്ദേഹത്തെ പ്രത്യേക മുറിയിലേക്ക് മാറ്റി. അദ്ദേഹം സുഖം പ്രാപിച്ചു വരുന്നതായി അധികൃതർ അറിയിച്ചു. ചേന്ദമംഗലം കിഴക്കുംപുറം പേരേപ്പാടം കാട്ടിപ്പറമ്പിൽ വീട്ടിൽ കയറി 3 പേരെ തലക്കടിച്ചു കൊന്ന കേസിലെ പ്രതി കണിയാമ്പറമ്പിൽ ഋതു ജയൻ എന്ന 27 വയസ്സുകാരൻ പോലീസിനോട് കുറ്റം സമ്മതിച്ചു. അരുംകൊലയിൽ ഒട്ടും കുറ്റബോധമില്ലാതെയാണ് ഇയാൾ പോലീസിനോട് പ്രതികരിക്കുന്നത്. വേണുവും കുടുംബവും തന്നെ അപകീർത്തിപ്പെടുത്തിയിരുന്നുവെന്നും അതിനാലാണ് അവരെ കൊലപ്പെടുത്തിയതെന്നുമാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. ഇയാൾ മാനസിക വൈകല്യത്തിന് ചികിത്സയിലാണെന്നത് ശരിയല്ലെന്നും പോലീസ് പറഞ്ഞു. കൃത്യം നടത്തുന്ന സമയത്ത് ഇയാൾ ലഹരിയിൽ ആയിരുന്നില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനമെന്ന് ഡിവൈഎസ്പി എസ് ജയകൃഷ്ണൻ പറഞ്ഞു. ബൈക്കിന്റെ ഷോക്ക് അബ്സോർബർ സ്റ്റംപ് ഉപയോഗിച്ചാണ് 4 പേരുടെയും തലക്കടിച്ചത്. ഇരുമ്പ് ദണ്ട് കൊണ്ടുള്ള ആക്രമണത്തിൽ തലയോട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റ ജിതിൻ ബോസ് ഇപ്പോഴും ആശുപത്രിയിൽ അപകടനില തരണം ചെയ്തിട്ടില്ല. ചേരാനല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന ജിതിനെ വെള്ളിയാഴ്ച 4 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ നടത്തിയ ശേഷം ന്യൂറോ സർജിക്കൽ ICUവിൽ പ്രവേശിപ്പിച്ചു. വെന്റിലേറ്ററിന്റെ സഹായത്തിലാണ് അദ്ദേഹം കഴിയുന്നത്. 48 മണിക്കൂർ കഴിഞ്ഞാലേ ചികിത്സാ പുരോഗതിയെക്കുറിച്ച് പറയാനാകൂ എന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. നാട്ടിൽ ഡ്രൈവറായിരുന്ന ജിതിൻ ബോസ് കുറച്ചുകാലമായി ഗൾഫിലാണ് ജോലി നോക്കുന്നത്. നാട്ടിൽ വന്ന ശേഷം തിരിച്ചു പോകാൻ ഇരിക്കെയായിരുന്നു ദുരന്തം.